ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ കാർത്തിക്. ഇതാണ് നമ്മുടെ കാർത്തിക്കിന്റെ ജൂലിയറ്റ്, ലക്ഷ്മിക്കുട്ടി അമ്മ. സോറി, പേരൊന്ന് മോഡേൺ ആക്കാൻ വേണ്ടി ഐശ്വര്യ എന്നാക്കി. നമ്മുടെ കാർത്തിക് ഒരു ജിം കോച്ചാണ്. ഏത് ഹീറോയ്ക്കും 6 പാക്ക് ആക്കണമെങ്കിൽ ഇദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. Push, push. Yes, that's it, that's it. You can do it. Do it. നമ്മുടെ ഐശ്വര്യ ഒരു എയർ ഹോസ്റ്റസ് കൂടിയാണ്. ചേട്ടാ, ഓട്ടം വരുമോ? പാമ്പ അല്ലേ? ഒന്നെങ്കിൽ ഓട്ടോ ഓടിക്ക്, അല്ലെങ്കിൽ കുടിച്ച് നടക്ക്. 100 രൂപ വന്നു. കേട്ടല്ലോ? ഇതാണ് കാർത്തിക്. ഏതൊരു നെഗറ്റീവും പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. എങ്കിൽ നമ്മുടെ ഐശ്വര്യ. ഡ്രൈവർ, ഓട്ടോ ഒന്ന് നിർത്തിയേ. നിങ്ങളുടെ വണ്ടി വേണ്ട. ഇതെന്താ കൊച്ചെ, എയർപോർട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിറങ്ങുന്നേ? ഇയാളുടെ ഓട്ടോയിൽ വന്നാലേ എനിക്ക് എയർപോർട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഞാൻ വല്ല ശവപ്പറമ്പിൽ പോയി കിടക്കേണ്ടി വരും. ഇങ്ങനെ ഓടിച്ചാലേ എനിക്ക് ആക്സിഡന്റ് ആയി എന്റെ മുഖത്തിന് എന്തെങ്കിലും സംഭവിക്കും. ജോലി പോവും, പിന്നെ എനിക്ക് ശമ്പളവും കിട്ടില്ല. പിന്നെ ഒരുത്തും പോലും എന്നെ തിരിഞ്ഞു നോക്കില്ല. കല്യാണം നടക്കില്ല. എന്റെ ഫ്യൂച്ചർ പോകും. എല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നതാണ് നമ്മുടെ ഐശ്വര്യയുടെ ക്യാരക്ടർ. ஆம்பளைங்க எப்படி வேணாலும் வாழ்ந்துட்டு போயிடலாமா, ஆனா பொண்ணுங்க தான் பயந்து பயந்து வாழணும். തമിഴിലെ TR ആണ് നമ്മുടെ കാർത്തിക്കിന്റെ റോൾ മോഡൽ. എന്നാൽ നമ്മുടെ ഐശ്വര്യയോ ലോകത്തിലെ മുഴുവൻ കോടീശ്വരന്മാരെയും റോൾ മോഡലാക്കിയിരിക്കുക. ഇവരുടെ ജീവിതത്തിൽ നടന്ന രസകരമായ കഥയാണ് ഈ റോമിയോ ജൂലിയറ്റ്. ഏയ്, എന്തിനാ വെയിറ്റ് ചെയ്യണ? അറിയില്ല, പൈലറ്റിന് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞു VIP ആരോ വരുന്നുണ്ടെന്ന്. VIP-യോ? വെൽക്കം സർ. Your seat is on your right side. Oh, thank you. Welcome. Yeah, sure. Okay. കാർത്തികേ, എന്തൊക്കെയുണ്ട്? ഹലോ സർ. ഒരുപാട് നാളായല്ലോ. സുഖമാണല്ലോ? ആ, സുഖം തന്നെ. ഇവിടെ ഇരിക്കും. അതല്ല, എന്റെ സീറ്റ് എവിടെയാ? ഇവിടെ ഇരിക്കും കാർത്തികേ, വാ. ആ, മേഡത്തിന് സുഖമല്ലേ സാറേ? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. രാവിലെ നടക്കണം, പിന്നെ ഒരുപാട് Excuse me, വെള്ളം sir. കുടിക്കണം. ഓ, What would you like to have? എനിക്കൊരു ജ്യൂസ് മതി. Sure. ഇത് തന്നെയാ പറഞ്ഞത്. എല്ലാവർക്കും കാർത്തിക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? കൊള്ളാം. സാറിനെ എങ്ങനെ കൈവിടുവോ? ഒരു കുഴപ്പമില്ലാതെ പരിഹരിക്കാം. കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട്. ആ, തരൂ. And for you, sir? നോ താങ്ക്സ്. അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കണ്ട. അയ്യോ, ചെറുക്കൻ കളക്കൻ ചെറുക്കനാ. ഇംപ്രസ്. എത്ര നേരമായിട്ടാ ഞാൻ ബെല്ലടിക്കുന്നത്? നീ എന്താ കഥ തുറക്കാത്ത? നിങ്ങൾ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ഒന്നുമില്ല. ഡി, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന? വീട്ടില് കല്യാണാലോചന തുടങ്ങി. സൂപ്പർ. സത്യത്തിൽ നീ എന്ത് ഭാഗ്യവതിയാണെന്നറിയോ? നിനക്കൊരു നല്ല ജീവിതം തരാൻ അച്ഛൻ അമ്മന്ന് എത്ര പേരാ ഉള്ളത്. നിന്റെ ജീവിതത്തിന് ഏതാണോ നല്ലത് എല്ലാം നോക്കിയും കണ്ടും ചെയ്യും. നിന്റെ ലൈഫ് സേഫ്. പക്ഷെ എന്റെ കാര്യോ എല്ലാം ഞാൻ സ്വയം ചെയ്തോളണം. ഏയ്, നിനക്ക് എന്താണടി ഒരു കുറവ്? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാ പോരെ? 1000 ചെറുക്കന്മാർ നിന്റെ പുറകെ ഓടി വരത്തില്ലേടി? ഒന്ന് ചുമ്മാ ഇരിക്കും മോളെ. ഇന്ന് ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടായിരുന്നു. ദുഃഖത്തെ ഗ്ലാമർ ആയിരുന്നു. പക്ഷെ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. നിന്നെ അവൻ തിരിഞ്ഞു നോക്കിയില്ലെന്നാണോ പറയുന്നേ? എന്നെ മാത്രമല്ല, ഒരു പെണ്ണിനെ പോലും അവൻ നോക്കിയില്ല. ഏതവനാടി അവൻ? അവന്റെ പേര് കാർത്തിക്. അവനെ നമുക്ക് കണ്ടുപിടിക്കാടി. എങ്ങനെ? കാർത്തിക് എന്ന പേരിൽ 1000 പേരുണ്ടാവും. അതുകൊണ്ട് ഇവനെ കണ്ടുപിടിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവള് പറയുന്നത് ശരിയാ. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ? അവൻ ഫ്ലൈറ്റിൽ വെച്ച് സെൻട്രൽ മിനിസ്റ്റർ AK പശുപതി ഇല്ലേ, അദ്ദേഹത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചു. ഇവൻ എവനാ? ആള് സിംഗിളാണ്. നോക്കടി, സിനിമാക്കാരൻ രാഷ്ട്രീയക്കാരുമാണല്ലോ ഇവന്റെ കൂടെ ഉള്ളത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുണ്ട്. ഇപ്പൊ ഇവൻ ഏത് കൺട്രിയിലായിരിക്കോ? എന്താണാവോ ചെയ്തു? Left, right, once again. Yeah. Yeah, are you North Indian? Yes. തൊട്ടപ്പോ മനസ്സിലായി. ഹിന്ദി മേ നഹീ ബോൾ സക്താ, കുച്ച് ഓത്താ ഹൈ. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എത്ര വലിയ സെലിബ്രിറ്റിയാണ്. ട്രെയിനറിന്റെ ഡ്രസ് ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ? നിങ്ങൾ ഇതുപോലെ തുടങ്ങിയാ ജിമ്മിലേക്ക് ഒരു പെണ്ണ് പോലും വരില്ലെന്നാ തോന്നുന്നത്.
അതെന്റെ തെറ്റല്ലടാ മോനെ. ജീൻ എന്റെ അച്ഛന്റെ ബ്ലഡ് അങ്ങനെ ആയതുകൊണ്ടാടാ കണ്ണേ. ശരി, നിങ്ങൾക്കെങ്കിലും ഒന്ന് മാറാൻ ശ്രമിച്ചുകൂടെ? ഞാൻ അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലോ. ശരി, അത് വീട്. നീ എന്നെ വാച്ച് ചെയ്യുന്നതിന് പകരം കൊള്ളാവുന്ന 4-5 പെണ്ണുങ്ങളെ വാച്ച് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തിയെ സ്നേഹിക്കാമായിരുന്നല്ലോ. എന്റെ ചേട്ടാ, ഒരു പെണ്ണിനെ കണ്ട ഉടനെ തോന്നുന്നതല്ല സ്നേഹം. ഒരു പെണ്ണിനെ നമ്മൾ കണ്ട ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സ് പറയണം, ഇത് തന്നെയാണ് നിന്റെ ഭാര്യയെന്ന്. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും കണ്ടുമുട്ടും. അങ്ങനെ എന്റെ മനസ്സ് പറയട്ടെ, അപ്പൊ ഞാൻ പ്രേമിക്കാം. ഓ, നീ ആ കാറ്റഗറി പെട്ടതല്ലേ? ആ ശരി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. വരുന്ന 10-ാം തീയതി പുതിയ പടം ആരംഭിക്കാൻ പോവാ. ആ പടത്തിൽ ആര്യ ജിം കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. നമ്മുടെ ആര്യയുടെ കാര്യമാണോ? അങ്ങനെ തന്നെ. അതുകൊണ്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നീ ഇടുന്ന പോലത്തുള്ള സ്റ്റൈലായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഈ പടത്തിന്റെ എല്ലാ സീനിലും വരാൻ ചാൻസ് ഉണ്ട്. നീ അതൊന്ന് എനിക്ക് വാങ്ങിച്ചു തരണം. തരില്ലേ? ഓക്കെ, തരാലോ. എന്റെ കാർ എടുത്തോ, ഈ കാർഡും കൂടി നീ കൈവച്ചോ. കാർഡ് നോക്കി തേക്കണേ. എടി ഐഷു, ഇന്ന് ഡ്രസ്സിന് നീ പേ ചെയ്തോണേ. ഞാൻ സാലറി വാങ്ങിയതും തന്നേക്കാം. എന്നെങ്കിലും നീ തിരിച്ചെന്ന കഥ ഒന്ന് പറയാവോ? ഐഷു, അയാൾ കാർത്തികിനെ പോലെയില്ലേ? കാർത്തിയെ പോലെയല്ല, കാർത്തി തന്നെയാ. വാ വാ, വേഗം വാ, ലെറ്റ്സ് ഫോളോ. ഇതൊക്കെ 20 എടുത്തോളൂ. ബില്ലെടുക്കിപ്പോ വരാം. ഓക്കെ സാർ. When I come in, you better be showing me all you got. Cause when I come around, I'm gonna be buying me all I want. Cause all I care about is swag, and swag is all I want. When I come in, you gotta show me all you got. The clothes, the shades, the watches, I want them all. Cause when I come around, I'm gonna be buying ഇറ്റ്സ് പ്ലാറ്റിനം കാർഡ്. ഓക്കെ ഓക്കെ സാർ. the swag, the shades, the clothes, I got them all. The money, the power, the respect, I got them all. The swag, the shades, the clothes, I got them all. The money, the power, the respect. പുറകിൽ വെച്ചോളൂ. ഗേൾസ്, ഫോളോ ഹിം. The swag, the shades, the clothes, I got them all. The money, the power, the respect, I got them all. ഹലോ. എടി, കാർത്തിക് ഇൻഫോടെക്കിന്റെ ഭാവിയിലെ ഓണർ ആരാണെന്ന് അറിയോ നിനക്ക്? ആരായാലും എനിക്കെന്താ? എന്റെ മോളെ, അത് നീയാണെടി. നീ എന്താ പറയുന്നത്? വാട്സപ്പ് ഒന്ന് നോക്കേ. ഐഷു, നിന്റെ ആളുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോടി. സൂപ്പർ. ഏയ്, കെയർഫുൾ.